ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെളുത്തുള്ളിയുടെ ഒരു ചട്നീന് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 250 ഗ്രാം വെളുത്തുള്ളി, ഇത് തൊലി കളഞ്ഞിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 15, ചെറുതും വലുതായിട്ടൊരു 14 എണ്ണം ഉണ്ട്. ഇത് പിന്നെ നിങ്ങൾക്കനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് കാശ്മീരി ചില്ലിയായ കാരണം എരിവ് കുറച്ച് കുറവായിരിക്കും, നല്ല കളറുണ്ടായിരിക്കും. പിന്നെ എനിക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കൊപ്ര വേണം. കൊപ്ര ഞാൻ അങ്ങനെ കുറച്ച് പൊടിച്ചു വെച്ചതിന്. കൊപ്ര ഇല്ലെങ്കിൽ നാളികേരമായാലും മതി, പക്ഷെ നാളികേരമാകുമ്പോൾ അതിൻ്റെ വെള്ളം നല്ലോണം വറ്റിക്കണം അടപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടാക്കാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക, കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇടുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കേണ്ടി വരും. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് മുളക്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ ചീനച്ചട്ടിയിൽ എങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മുളകിൻ്റെ കുരുവൊക്കെ എന്താ പറയുക, അത് കരിയും. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതും 1 സ്പൂൺ മതി. 1 സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ മതി. എന്നിട്ട് ഇതൊന്ന് വെറുതെ ചൂടാക്കി എടുക്കാം. കൊപ്രായ കാരണം കുഴപ്പമില്ല. ഇനി വല്ല കാറലൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും ചെറുതായിട്ട് ചൂടാക്കണത്. പക്ഷെ നിങ്ങൾ കൊപ്രയ്ക്ക് പകരം നാളികേരാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ചൂടാക്കേണ്ട വരെ, ഇതിലത്തെ വെള്ളം വറ്റണ വരെ. ഇതിപ്പോൾ കൊപ്രയിന് നല്ല ഫ്രഷാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് കുഴപ്പം. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ കേട്ടോ, വലുതല്ല. നാളികേരം കുറച്ച് കൂടുതൽ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനൊരു കഷ്ണം, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കണം. പിന്നെ ഒരു 2 തണ്ട് വേപ്പില, പിന്നെ ഈ വെളുത്തുള്ളിയും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിക്കേണ്ട വരും. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ വരണം ഇടയ്ക്കിടയ്ക്കൊക്കെ, എന്നിട്ട് പിന്നെ അത് കേടായി പോകും പുറത്ത് വയ്ക്കുമ്പോൾ. ഇഞ്ചി ഒന്ന് മൂക്കണം. കറിവേപ്പില 2 തണ്ടുണ്ട്. ഇത് പൊടി ഇടാം. വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ഇടാം, ഒന്നിച്ചത് മൂത്തോളും. വെളുത്തുള്ളിയുടെ കളറ് മാറുന്നവരെ ചെറിയ ചൂടിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം നിങ്ങളിത് ചട്നി ഉണ്ടാക്കുമ്പോൾ ആദ്യം മുളക് പൊടിക്കേണ്ടി വരും, ഒന്നിച്ചിട്ട് പൊടിക്കാൻ പാടില്ല. മുളക് പൊടിച്ചതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഈ വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളികേരം ഇട്ടിട്ട് ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ളത്. ഇതൊന്ന് വാടണ വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പം ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിലൊക്കെ അങ്ങനെ മൊരിഞ്ഞതിൻ്റെ. വെളുത്തുള്ളി കൂടുതൽ മൊരിയണ്ട, മറ്റേതൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക, മിക്സിയിലത്തെ ജാറിൽ പേസ്റ്റൊന്നും ആക്കണ്ട. അതുപോലെ തന്നെ മുളകും നല്ല പൊടിയാക്കണ്ട, ഒരു തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക ആദ്യം. അതിനുശേഷം പിന്നെ വെളുത്തുള്ളി, അതിൽ കൂടെ കുറച്ച് ഈ നാളികേരം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പൊടിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇത് ഞാൻ പൊടിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. ഇതാണ് മുളക് പൊടി, അത് ഞാൻ വേറെ പൊടിച്ചതിന്. പിന്നെ അതേ ജാറിൽ തന്നെ ഇട്ട് പൊടിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് മുളക് അഥവാ കൂടുതലെന്ന് തോന്നണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ എന്താ പറയുക, കാശ്മീരി ചില്ലിയ കാരണം എരിവൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ
ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് ഇതിപ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും. തീരെ വെള്ളമൊക്കെ നന്നായിട്ട് ഈ വെളുത്തുള്ളിയുടെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പുറത്തന്നെ വെച്ചാൽ മതി. പിന്നെ കൊപ്രയിൽ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ നാളികേരമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ചിലപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് വെളുത്തുള്ളിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നത്. കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ ഒക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവില്ല, പ്രഷർ കുറയും, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വാട്ടണമൊക്കെ കാരണം എന്താ പറയുക, അതിൻ്റെ മണമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കഴിക്കുമ്പോഴത്തൊരു വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പൊള്ളണ പോലെയൊക്കെ ഉണ്ടാവില്ലേ, ഒരു എരിവ് അങ്ങനത്തെ അതൊന്നും ഉണ്ടാവിരിക്കില്ല. നല്ല ടേസ്റ്റായിരിക്കും. ഉപ്പൊന്ന് നോക്കട്ടെ ഞാൻ. ഉപ്പ് കുറച്ചും കൂടി വേണം. പിന്നെ ഇതിൽ കുറച്ച് വിനീഗർ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക്. പുളി ചിലർക്ക് പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെ കഴിഞ്ഞാൽ വിനീഗർ ഒഴിക്കാം. അപ്പോൾ പിന്നെ കുറച്ചും കൂടിയും ടേസ്റ്റ് ആവുന്ന ഒരു ടിപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പുളി, അതായത് കോൽപ്പുളി വേണമെങ്കിൽ കോൽപ്പുളി നമുക്ക് കുരില്ലാണ്ട് ഇതിൽ കൂടെ ചതയ്ക്കാം. അതല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ, ഇതിൽ എരിവില്ല, കളർ വെറുതെ എങ്ങനെയുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കതിൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.